ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് വെച്ചിരിക്കുന്ന റൊഹിയോ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം നല്ല തിക്കായിട്ട് തന്നെ വളരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ ചീരയാണ്. ഒരു തൈ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല രീതിയിൽ ഗ്രോ ബാഗിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു ചാമ്പക്ക മരത്തിൽ എയർ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് ആണ്. നമ്മൾ അതിൻ്റെ തൂമ്പൊക്കെ വെട്ടിക്കൊടുത്ത സമയത്ത് നന്നായിട്ട് ഒരുപാട് ശാഖകൾ ഇതിൽ പൊട്ടിത്തെഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കായ്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബ്രാഞ്ചിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തൈകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ കായ്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള വലിയ മരങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് തൈകൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എയർ ലെയറിങ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഈ ഒരു മഴക്കാല സമയത്താണ് എയർ ലെയറിങ് ചെയ്യുന്നത് നല്ലത്. അപ്പം ഞാനിത് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടും നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാമ്പ മരം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാമ്പ മരത്തിൽ നമ്മൾ കെട്ടിവെച്ച ഭാഗത്ത് വേരുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് മാറ്റി നടാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. മറ്റൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ ഗ്രോ ബാഗിലോ നമുക്കിതിനെ മാറ്റി നടണം. അങ്ങനെ നട്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ വേരുകൾ വന്നിട്ടും നമ്മളിതെടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രാഞ്ച് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും അതിൻ്റെ വേരുകൾ, നല്ല തിക്കായിട്ടുള്ള വേരുകൾ. ഇങ്ങനെ എയർ ലെയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചകിരിച്ചോറാണ് കേട്ടോ. അതുപോലെ തന്നെ ചകിരി നാരുകളും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചാമ്പ മരം നമ്മൾ മാറ്റി നടുന്നത് എന്നുള്ളത്. ഇവിടെ ഞാൻ പകുതി മുറിച്ചിട്ടുള്ള ഒരു സിമൻറ്റ് ചാക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അധിക കൃഷിയും സിമൻറ്റ് ചാക്കിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണിൽ അടിവളമായിട്ട് കോഴിവളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ അല്പം ചാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഴിവളം ചേർക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതിൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ചെടിക്കും കോഴിവളം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ചെടികൾ നശിച്ചു പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ചാരം കൂടി ആ ഒരു മണ്ണിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കരിയിലയൊക്കെ പൊടിഞ്ഞ മണ്ണായതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ തന്നെ മണ്ണിരകളെ കാണാനായിട്ട് സാധിക്കും. അപ്പം നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിറയ്ക്കാനായിട്ട് കരിയിലുണ്ടെങ്കിൽ കരിയില ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ വാഴ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വാഴ ഇലകളുണ്ട്. അപ്പോൾ ഈ ഒരു വാഴ ഇലയാണ് ചാക്കിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു വാഴയില നമുക്ക് ഈ ഒരു ചാക്കിലോട്ട് നിറച്ച് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന വാഴയില മൊത്തവും ഈ ഒരു ചാക്കിൽ നിറച്ച് കൊടുക്കട്ടോ. ഇതുപോലെ ഇലകൾ നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മണ്ണ് മതിയാകും കൃഷി ചെയ്യാൻ. നമ്മൾ കൃഷി ചെയ്യുന്നത് ഇത് മാറ്റുന്ന സമയത്ത് ഈ ഒരു ഇലകൾ ദ്രവിച്ച് നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടികൾക്ക് മാറും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് മണ്ണിൽ ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇലകൾ മൊത്തം ചാക്കിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളം ചേർത്ത മണ്ണ് ഈ ഒരു ചാക്കിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ മണ്ണ് നമ്മൾ ചാക്കിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 1/4 ഭാഗത്തോളം. ഇനി നമുക്ക് ഈ ഒരു തൈയിൽ നിന്നും വേരുകളൊന്നും പൊട്ടാതെ ആ ഒരു കവറ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്.
കെട്ടുന്ന സമയത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം, നമുക്കിത് പിന്നീട് അഴിച്ചെടുക്കാനുള്ളതാണ് എന്നുള്ളൊരു ഓർമ്മയിൽ വേണം നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചുറ്റുന്ന സമയത്ത് കെട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കേട്ടോ ഇത് അഴിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ആ ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ആ ഒരു കവറും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ വേര് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ തൈ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നന്നായിട്ട് തന്നെ വേരുകൾ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തൈ എടുത്തിട്ട് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാക്കിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രമ്മുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ചെറിയ തൈകളായിട്ട് ചാമ്പ, പേര എന്നിവയെല്ലാം നമുക്ക് എയർ ലെയറിങ് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല കരുത്തുള്ള തിക്കായിട്ടുള്ള വേരുകളാണ്. അപ്പോൾ ഇതാ ചാക്കിൻ്റെ നടുവിലോട്ടാണ് നമ്മൾ ഈ ഒരു തൈ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ വേര് കവർ ചെയ്യുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ചാമ്പത്തൈയുടെ വേരുകൾ മൊത്തം കവറാകുന്ന രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, തണലത്ത് വെച്ചിട്ട് ഇതിൽ വേര് പിടിപ്പിച്ചെടുക്കണം. അതായത് മണ്ണിലേക്ക് വേരിറങ്ങുന്ന സമയത്ത് അതൊരു തണലായിട്ടുള്ള സ്ഥലത്തായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് വെയിലൊന്നും തട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും വെച്ച് കൊടുക്കരുത്. അപ്പോൾ സാവധാനത്തിൽ ഇതിലേക്ക് വേരിറങ്ങി തൈ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. ഇനി ഇതിൽ ചില ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഉണ്ടാകും, അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. നിങ്ങളിത് കണ്ടോ, ഇതിൽ ഇലകൾക്കൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല, നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്പനി യാതൊരുവിധ ഉണക്കവും വന്നിട്ടില്ല എന്നുള്ളത്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു തൈയിൽ നിന്നും വേരുകൾ ആ ഒരു ചാക്കിലേക്ക് ഇറങ്ങി നല്ല ഹെൽത്തി ആയിട്ട് വളരുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പുളിമരത്തിലും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാനായിട്ടുണ്ട്. എയർ ലെയർ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. എല്ലാവർക്കും താങ്ക്